ഷെയ്ഡഡ് കോമ്പിനേഷൻസ്, അതും ഒരു സ്റ്റണ്ണിങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡഡ് കോമ്പിനേഷൻസ് ആണ് ഇന്നത്തെ ഈ ഒരു കളക്ഷനിൽ വരുന്നത്. ക്രഷ്ഡ് ആയിട്ടുള്ള ടിഷ്യൂ ഓർഗൻസ ആൻഡ് വി ഹാവ് എ ബ്യൂട്ടിഫുൾ ഓർഗൻസയിൽ തന്നെ എംബ്രോയിഡഡ് ആയിട്ട് ലാഡർ ലേസ് അറ്റാച്ച്മെൻറ്റുമായിട്ട് വന്നിരിക്കുന്നത് ഒരു ഫ്ലോറൽ വിത്ത് ബേർഡ്സിൻ്റെ ആയിട്ടുള്ള ഒരു ഡിസൈൻ. വെരി പ്രിറ്റി സാരി വിത്ത് വെരി എന്താ പറയുക, നമ്മളൊന്ന് ഉടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് യു വിൽ ഡെഫിനറ്റ്ലി ഹാവ് ദി അറ്റൻഷൻ. അതുപോലത്തെ ഭംഗിയുള്ളതും യുണീക്കും ആയിട്ടുള്ള ഒരു സാരിയാണ്. ആൻഡ് ഇതിനകത്ത് പല്ലുവിൽ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ആ ഒരു എംബ്രോയിഡറി പാറ്റേൺ കുറച്ചും കൂടി ബ്രോഡർ ആയിട്ടുള്ള ഒരു പാനലിൽ അവിടെ ഡബിൾ അറ്റാച്ച്മെൻ്റ് ആയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ആൻഡ് 9599 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരിയാണ് കേട്ടോ. അപ്പോൾ കളർ കോമ്പിനേഷൻസ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, യു ഹാവ് എ ബ്യൂട്ടിഫുൾ ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ, ആൻഡ് ദെൻ വി ഹാവ് യെല്ലോ ഓറഞ്ച്, പിങ്ക് പീച്ച്, ആൻഡ് ദെൻ ഒരു ഗോൾഡൻ യെല്ലോ ടു ഗ്രീനും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. വളരെ ഗ്രാജുവൽ ആയിട്ടാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. നല്ലൊരു ഷെയ്ഡിങ് എഫക്റ്റ്, ഒരു 0 to 1 പോലെയുള്ള ഭയങ്കര ഭംഗിയിലാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത്. ആൻഡ് ലെറ്റ്സ് സീ വൺ ബൈ വൺ. SMC 129 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ക്രഷ്ഡ് ആയിട്ടുള്ള ടിഷ്യൂ ഓർഗൻസ ആൻഡ് ദിസ് ഫാബ്രിക് ഇസ് ഇൻ ട്രെൻഡ് റൈറ്റ് നൗ. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് നമുക്ക് എല്ലാത്തിൻ്റെ അകത്തും ഈ ഒരു ലൈറ്റ് ഗോൾഡൻ ടിഷ്യൂ ലുക്കിൽ വന്നില്ല, ഓൾമോസ്റ്റ് സിൽവർ ഫീലിൽ വന്നിട്ടുള്ള ബ്ലൗസാണ് എൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ദി കളർ ഓഫ് ദി ബോർഡർ പാറ്റേൺ. നമ്മൾ ബോർഡർ പാറ്റേണിൽ യൂസ് ചെയ്തേക്കുന്ന അതേ ഫാബ്രിക് തന്നെയാണ്, അത് ക്രഷ്ഡ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. ദിസ് ഇസ് യെല്ലോ ടു ഓറഞ്ച്. ആൻഡ് കളർ കോമ്പിനേഷൻസ് ഫോർ ദ ബോർഡർ ഇസ് ദി സെയിം, എംബ്രോയിഡറി പാറ്റേൺ സെയിം തന്നെയാണ്. ലാഡർ ലേസ് നമുക്ക് ഈ ഒരു ഫാബ്രിക്കിനോട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് എൻ്റെ ലേസിൻ്റെ കളേഴ്സ് ഓരോന്നിലും വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ലുക്ക്. ആൻഡ് ഇതിനകത്ത് നമുക്ക് ബ്ലൗസിലും സ്ലീവിൻ്റെ എഡ്ജിലായിട്ട് യു ഹാവ് ദിസ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. അത് ഒരു സിഗ്സാക്ട് പാറ്റേണിൻ്റെ ഇൻസൈഡിൽ ഇങ്ങനെ ഒരു ഫ്ലോറൽ വൈൻസിൻ്റെ കൂടെയാണ് ആ ഒരു ബേർഡ് ഡിസൈനും കൂടി വന്നിരിക്കുന്നത്. ആൻഡ് യു ഹാവ് ബ്ലൂ, വയലറ്റ്, യെല്ലോ, ഓഫ് വൈറ്റ് അങ്ങനത്തെ കോമ്പിനേഷൻ വിത്ത് ബ്രൗൺ ടോൺ. ഇതാണ് എൻ്റെ സെക്കൻഡ് കളർ കോമ്പിനേഷൻ. ഇത് ശരിക്കും ഒരു എക്സൈറ്റിംഗ് സാരിയാണ്, ഭയങ്കര രസമുണ്ട് കാണാനൊക്കെ. ഒരു ഡിഫറൻസ് നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ഫീൽ ചെയ്യും. നമ്മൾ ഉടുക്കുമ്പോഴത്തേക്കും നമുക്ക് തീരെ വെയിറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ്. ഇതാണ് എൻ്റെ പീച്ച് ടു പിങ്ക് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കോമ്പിനേഷൻ. അപ്പർ പോർഷൻ പീച്ച് ആൻഡ് ലോവർ പോർഷൻ പിങ്ക് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇൻസൈഡ് പോർഷനിൽ നമുക്ക് കൊണ്ടുവലിയുന്ന രീതിയിലൊന്നും ഇല്ല. അതിൻ്റെ അകത്ത് വളരെ നീറ്റായിട്ട് ഈ ഒരു എഡ്ജ് ഫിനിഷിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ ലൂസ് യാൻസോ ഒന്നും അതിനകത്ത് വരത്തൂല്ല കേട്ടോ. അതിൻ്റെ പീച്ച് ടു പിങ്ക് കോമ്പിനേഷൻ 1 ലെയർ ഇടുന്നതാണ് സജസ്റ്റ് ചെയ്യുക. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഇതിനകത്ത് ഇവിടെ മൾട്ടിപ്പിൾ ലെയർ ഇവിടെ ആകുമ്പോഴത്തേക്ക് ക്രഷ്ഡ് മെറ്റീരിയലാണ്, കുറച്ച് ബൾക്കി ആവാനുള്ള ചാൻസസ് ഉണ്ട്. മാക്സിമം ഇഫ് യു നോട്ട് കംഫർട്ടബിൾ വിത്ത് 1 ലെയർ യു ക്യാൻ ഗോ ഫോർ എ കാഷ്വൽ പ്ലീറ്റ്. പക്ഷെ എന്നാലും ഇതിന് സാരിക്ക് ഒരു കാഷ്വൽ ഫീൽ നമുക്ക് എന്നാൽ പോലും വരത്തില്ല കേട്ടോ. യു ക്യാൻ സ്റ്റൈൽ ഇറ്റ് അക്കോർഡിംഗ്ലി, ഗിവ് ഇറ്റ് എ റിയലി നൈസ് ജ്വല്ലറി, അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും. ആൻഡ് ഇതിനകത്ത് നമുക്ക് ബ്ലൗസ് ഭയങ്കര സട്ടിലായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് ഒരു സാരി ഓൾ ഓവർ ദ ലുക്ക് വിൽ ബി വെരി പ്രിറ്റി. ആൻഡ് ലെമൺ ടോണിലെ ഒരു യെല്ലോ ഷെയ്ഡാണ്. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഗ്രീനും യെല്ലോവും കൂടെ ഇങ്ങനെ മിക്സ് ആകുമ്പോഴും നമുക്ക് ആ ഒരു ലെമൺ ഷെയ്ഡ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഗോൾഡൻ യെല്ലോ ആണ് അപ്പർ പോർഷനിൽ വന്നിരിക്കുന്നത് വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ. സോ ദിസ് ഇസ് ദി ലാസ്റ്റ് ഷെയ്ഡ്. ദിസ് ഇസ് ഓൾസോ വെരി പ്രിറ്റി കോമ്പിനേഷൻ. യെല്ലോ അത് സട്ടിലായിട്ടുള്ള കളേഴ്സാണ് കേട്ടോ, ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ് അല്ല. So it's a very pretty saree. You should definitely try it out for a wedding or സംഗീത് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്കിത് പുൾ ഓഫ് ചെയ്യാൻ നല്ല ഭംഗിയാണ്. SMC 129 9599 റേഞ്ച്. ഫീൽസ് ലൈക്ക് എ ഗാർഡൻ. നമുക്കൊരു ഇങ്ങനെ ഹാങ്ങിങ് ഗാർഡൻസും വാൾസും ഒക്കെ വന്നിട്ടുള്ള എല്ലാ ഒരു ഡെക്കോറൊക്കെ അല്ലേ, അതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് ഞാൻ വേറൊരു ലുക്കും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളേഴ്സ് വരുന്നുണ്ട്. ആൻഡ് നമുക്ക് ഇതിനകത്ത് നെക്സ്റ്റ് ലുക്ക് വന്നിരിക്കുന്നത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഞ്ച് നോട്ട്സ് ആണെന്ന് തോന്നും കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ അല്ല, ദിസ് ഇസ് എ ഡിഫറെൻറ്റ് ടെക്നിക്ക് ഓഫ് നോട്ടഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു എംബ്രോയിഡറി ടെക്നിക്കാണ്. അതിനകത്തും ഈ ഒരു ഷെയ്ഡഡ് ഒക്കെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഫ്ലോറൽസ് ആൻഡ് ദെൻ വി ഹാവ് എ പ്രിറ്റി കാന്ത ഡീറ്റെയിലിംഗ് ആസ് വെൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ കളേഴ്സ് ഒന്ന് നോക്കാം. ടിഷ്യൂ ലിനനിൽ വന്നിരിക്കുന്ന സാരീസാണ്. ആൻഡ് 3099 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. KST 104ഉം 106 എന്നുള്ള 2 കോഡ്സിൽ നമുക്ക് അതിൻ്റെ കളേഴ്സ് ഒന്ന് നോക്കാം കേട്ടോ.
പിന്നെ ഐ ലൈക്ക് സംതിങ് അബൌട്ട് ദി സാരി, ഇറ്റ്സ് ദ തിൻ പൈപ്പിംഗ് ബോർഡർ. പൈപ്പിംഗ് ബോർഡർ എന്നുള്ളതൊരു വാട്ട് ദേ കോൾ ഇറ്റ് ഫോർ ദിസ് കൈൻഡ് ഓഫ് ബോർഡർ. അതിങ്ങനെ ഒരു എഡ്ജിൽ മാത്രമായിട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് ദെൻ ഇറ്റ്സ് ഗോട്ട് ഒരു കുറച്ചും കൂടി നമുക്ക് അതിനകത്ത് ഫുൾ ടിഷ്യൂ ആണെങ്കിലും ഇവിടെ നമുക്ക് ഇതിൻ്റെ ബോർഡറിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു സെറി കുറച്ചും കൂടി കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റും കൂടി അതിനകത്ത്, ആ ലിനൻ്റെ ടെക്സ്ചർ കുറച്ചും കൂടി നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പ്രിൻറ്റിലും കൂടെ അത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഷോർട്ട് പല്ലു, വെരി പ്രിറ്റി ആൻഡ് ഫ്ലോറൽ ബഞ്ചസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് ഈ ഒരു ഫസ്റ്റ് ലുക്കിൻ്റെ കളേഴ്സ് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു ലുക്കിൽ നമ്മൾ സിംഗിൾ ലെയറൊക്കെ ആയിട്ട് പിടിക്കുമ്പോഴത്തേക്കൊക്കെ നല്ല ഭംഗിയാണ്. യു ക്യാൻ ആക്ച്വലി ഫ്ലോൺ ദി എംബ്രോയിഡറി വെരി വെൽ. ബ്ലൗസ് വന്നിട്ട് പല്ലുവിൻ്റെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. പല്ലു ഇസ് എ ടോൺ ഡാർക്കർ ദാൻ ദി ബോഡി. നമുക്കത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ബ്ലൗസിൽ നമുക്ക് സ്ലീവിനായിട്ട് ടോപ്പ് നമ്മുടെ സാരിയിൽ വന്നിരിക്കുന്ന ഫ്ലോറൽ ബഞ്ചസിൻ്റെ ഒരു ഈ ഒരു സ്കാറ്റർ ഉണ്ടല്ലോ, അതേ ലുക്ക് നമുക്ക് അതിൻ്റെ സ്ലീവ്സിലും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് വന്നിട്ടുണ്ട്. സോ നമ്മൾ ഡ്രേപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ വിത്ത് ബ്ലൗസുമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ടോൺ ഡാർക്കറായിട്ട് നമുക്ക് ആ ഒരു ബ്ലൗസ് കുറച്ചും കൂടി ഫേസ് നന്നാ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി ഗ്രീൻ ഷെയ്ഡ് വിത്ത് ബ്യൂട്ടിഫുൾ തിൻ മറൂൺ ബോർഡർ. ആൻഡ് ദെൻ വി ഹാവ് ഒരു ബ്രൗൺ ചേർന്നിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ്. ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. ആൻഡ് നമുക്കിതിനകത്ത് ഈ ഒരു ബോർഡറിൻ്റെ സൈഡിലോട്ടും കുറച്ചും കൂടി ആ ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള ലുക്ക്. അത് ആക്ച്വലി പ്രിൻറ്റിലാണ് ഈ ഒരു ഇത് ചെയ്തേക്കുന്നത്, ഡൈഡ് ആയിട്ടുള്ളതല്ല കേട്ടോ. നമുക്ക് വൺ സൈഡ് ആ ഒരു ലൈറ്റ് ഫീലിംഗ് വരുമ്പോഴത്തേക്കും നമുക്കത് പ്രിൻ്റ് ആണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ദിസ് ഇസ് ദി ലുക്ക്. വെയിറ്റ് ഒരു മീഡിയം വെയിറ്റിൽ വരുന്നതാണ്, ക്യാരി ചെയ്യാൻ തീരെ ബുദ്ധിമുട്ടില്ലാത്ത കളക്ഷനാണ് കേട്ടോ. ആൻഡ് ദെൻ വി ഹാവ് എ പീച്ചി ടോൺ. And look, and this is the tone of the blouse, and we have ഒരു സീ ബ്ലൂ ടോണിലോട്ട് പോയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ദിസ് ഇസ് ദി ലുക്ക്. ഇങ്ങനെ ഒരു ഇത് മൊത്തത്തിലൊരു 5 ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത്. നല്ല കളേഴ്സാട്ടോ, എല്ലാം നമുക്ക് എല്ലാവർക്കും ക്യാരി ചെയ്യാൻ പറ്റുന്ന കളേഴ്സാണ്. ഇങ്ങനെ ഒരു വെഡിങ് ലുക്സിനും ആക്ച്വലി ഓക്കെയാണ്. ഇപ്പോൾ ഒരു ഡേ ടൈം ഫങ്ഷനൊക്കെ നല്ല സാരീസാണ്. നമുക്കധികം ഒരു ചൂട് തോന്നാത്ത മെറ്റീരിയലാണ്, കംഫർട്ടബിൾ മെറ്റീരിയലാണ്. അതിൻ്റെ ലിനൻ്റെ കൈൻഡ് ഓഫ് ഒരു വീവിങ് സ്റ്റൈലും കൂടെ വരുമ്പോഴത്തേക്കും മിക്സ് ഇറ്റ് മോർ എയറി കൈൻഡ് ഓഫ് എ ഫീൽ. ആൻഡ് ഇത് നമുക്ക് എല്ലാവർക്കും ക്യാരി ചെയ്യാൻ പറ്റുന്ന കളേഴ്സുമാണ് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ ദി നെക്സ്റ്റ് ലുക്ക്. ഒരു ലാവൻഡർ ടോണിലാണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ആ സാരിയുടെ ഡീറ്റെയിലിംഗ് സിമിലർ ആയിട്ടുള്ള ലുക്കിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. യു ഹാവ് ദറ്റ് ഡാർക്കർ ടോൺഡ് ഷെയ്ഡഡ് ബോർഡർ ആൻഡ് ദെൻ വി ഹാവ് ഡാർക്കർ ബ്ലൗസ് പീസ്. ഇതിൻ്റെ അകത്ത് ഹെവി ബ്ലൗസാണ് വന്നിരിക്കുന്നത്. ഓ, യു ഹാവ് വെരി ബ്യൂട്ടിഫുൾ ബ്ലൗസ്, ഫുള്ളി എംബ്രോയിഡേഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്ലൗസ് പീസാണ്. ഇതിനകത്ത് ബാക്ക് പാനലും സ്ലീവ്സുമാണ് എംബ്രോയിഡേഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇറ്റ്സ് വെരി പ്രിറ്റി ഡിസൈനർ ബ്ലൗസ് ലുക്ക് തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി പല്ലു. പല്ലുവിൽ തന്നെയാണ് ഞാൻ ആ ഷെയ്ഡഡ് ഫ്ലോറൽസ് പറഞ്ഞില്ലേ, അതേ ഒരു ലുക്കിൽ തന്നെയാണ്, ആ ഫ്ലോറൽസ് തന്നെയാണ് ഇതിനകത്ത് സ്കാറ്റേഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് ദ പ്രൈസ് റേഞ്ച് ഇസ് 3099. പ്രൈസിന് നല്ലതാണ് കേട്ടോ. ദെൻ വി ഹാവ് ഒരു ഗ്രേ ടിൻ്റാണ്, ഒരു ഗ്രീനിഷ് ഗ്രേ ടിൻ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആക്ച്വലി അത് ഗ്രേ ആണ്, പിന്നെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ആയിട്ടൊരു ഡാർക്ക് ടോൺ വരുമ്പോഴാണ് നമുക്ക് അതിനകത്ത് ആ ഒരു ഗ്രീനിഷ് ടോൺ അവിടെ നമുക്ക് തോന്നുന്നത്. ആ യെല്ലോ ടിൻറ്റ് വരുന്നതുകൊണ്ടും കൂടിയാണ് കേട്ടോ. നമുക്ക് ആ ടിഷ്യൂവിൻ്റെ ടിൻറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഗ്രീൻ ഇങ്ങനെ ചില ലൈറ്റ്സ് ഇങ്ങനെ അടിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നും. ഗ്രേ ആണ് ഷെയ്ഡ് വരുന്നത്. ആൻഡ് ദെൻ ബ്ലൂ, ബ്യൂട്ടിഫുൾ ബ്ലൂ. എല്ലാ ഷെയ്ഡ്സിനകത്തും ആ റെഡ് ടോൺ ആക്ച്വലി നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ആൻഡ് ഫുള്ളി എംബ്രോയിഡേഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്ലൗസ്. ഫ്രണ്ട് പാനൽ മാത്രം എംബ്രോയിഡേഡ് അല്ല, അത് നമ്മൾ ആ ഒരു സാരി വെച്ച് കവർ ചെയ്ത് പോവുമല്ലോ. ആൻഡ് ദെൻ വി ഹാവ് എ ഗ്രീൻ, ലീഫ് ഗ്രീൻ ടോണാണ് വന്നിരിക്കുന്നത്. ഒരു ഫ്രഷ് ഫീലിൽ വന്നിരിക്കുന്ന ഗ്രീൻ ഷെയ്ഡ്. ഈ കളേഴ്സ് ലെനിനകത്ത് വരുമ്പോഴത്തേക്ക് ഒരു ഭംഗിയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു നല്ല രസമാണ് കാണാനായിട്ട്. ആൻഡ് വി ഹാവ് ബ്രൗൺ. മുന്നേ കണ്ട ബ്രൗണിനോട് സിമിലറാണ്,
കുറച്ചും കൂടി ബ്രൗണിഷ് ടിൻ്റാണ് അത്. ദിസ് ഇസ് ദി ഹോൾ ലുക്ക് വിത്ത് എംബ്രോയിഡേർഡ് സാരി. സെക്കൻഡ് ലുക്കിലാണ് ഫുള്ളി എംബ്രോയിഡേർഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ആദ്യത്തെ സാരിക്കകത്ത് പല്ലുവിൽ ആക്ച്വലി വർക്ക് ഇച്ചിരിയും കൂടി വരുന്നുണ്ട്. ടൈം കൺസ്യൂമിങ് വർക്കാണ് വന്നിരിക്കുന്നത്. KST 104 and 106 3099 റേഞ്ചിൽ വന്നിരിക്കുന്ന ലിനൻ ടിഷ്യൂ സാരി. സോ ഐ ട്രൈഡ് സംതിങ് ന്യൂ ടുഡേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സാരി ഈസ് വെരി ലൈറ്റ്, കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ എനിക്കത് ഞാനിപ്പോൾ ഒരു ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസാണ് കേട്ടോ വെയർ ചെയ്തിരിക്കുന്നത്. സോ ഐ വോണ്ട് ടു കവർ ഇറ്റ് അപ്പ് എ ലിറ്റിൽ ബിറ്റ് ആൻഡ് സ്റ്റിൽ ഐ വോണ്ട് ടു ഷോ യു ദിസ് വെരി ബ്യൂട്ടിഫുൾ പല്ലു. ഫുള്ളായിട്ട് എനിക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കണമായിരുന്നു. അപ്പോൾ എനിക്കത് പ്ലീറ്റ് ചെയ്യാനും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. സോ ഐ ജസ്റ്റ് യൂഷ്വലി നമ്മൾ കാഷ്വൽ പ്ലീറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്നല്ലേ നമ്മൾ ചെറിയ പ്ലീറ്റ് ആക്കി എടുക്കുന്നത്. അപ്പോൾ എനിക്കതിൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു പ്ലീറ്റ് ചെറുതാക്കി ഒന്ന് എടുത്തിട്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ് ഒന്ന് കവർ ചെയ്ത് കിട്ടുകയും ചെയ്യും. എനിക്ക് കണ്ണാടിയിൽ നോക്കിയിട്ട് അത് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നുന്നുമില്ല കേട്ടോ. സോ യു ക്യാൻ ഓൾസോ ട്രൈ ഇറ്റ് ഔട്ട്. അപ്പോൾ നമ്മളങ്ങനെ എന്തെങ്കിലും ഇച്ചിരി എക്സ്ട്രാ ട്രാൻസ്പെറൻ്റ് ആണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ എനിക്ക് യൂഷ്വലി എനിക്ക് ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയൊരു പ്രശ്നമല്ല. അത് ഐ മാനേജ് ടു കവർ ഇറ്റ് അപ്പ് ഹിയർ. അപ്പോൾ ദിസ് ഐ ക്യാൻ ഡു ബോത്ത് ആൻഡ് ഐ സ്റ്റിൽ ഗെറ്റ് ദി വൺ പ്ലേറ്റ് ലുക്ക്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. യു ക്യാൻ ഓൾസോ ട്രൈ ഇറ്റ് ഔട്ട്. ആൻഡ് അബൌട്ട് ദ സാരി ഐ ഹാവ് 2 കളക്ഷൻസ് ടുഡേ. അപ്പോൾ സിമിലർ ആയിട്ടുള്ളൊരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. ടിഷ്യൂ ആണ് ആൻഡ് നമുക്ക് ഒരു ഒക്കേഷണൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലതുമാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്കൊരു കാഷ്വൽ വെയറിനായിട്ടും നമുക്കത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു ഗോയിങ് ടു സ്റ്റൈൽ ഇറ്റ്. അപ്പോൾ ടിഷ്യൂവിൻ്റെ വീവിങ് സ്റ്റൈലാണ് ആൻഡ് ലൈറ്റ് ആയിട്ടൊരു സ്ലബ്സ് കൊടുത്തിട്ട് ഒരു ലിനൻ്റെ കൈൻഡ് ഓഫ് ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ദി പെയിൻറ്റഡ് ആൻഡ് ഹൈലൈറ്റഡ് ആയിട്ട് കാന്ത ഹൈലൈറ്റും കൂടെ വന്നിട്ടുള്ള ഒരു പ്ലേസ്മെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന എംബ്രോയിഡറി ഡിസൈൻസ്. പല്ലൂസ് ടോട്ടലി കവേർഡ് ഇൻ ഇറ്റ്. പക്ഷെ അത് ഭയങ്കര ബൾക്കി ആയിട്ടല്ല, വളരെ ഒരു ലൈറ്റ് എലഗൻറ്റ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. എൻഡ് ഓഫ് ദി പല്ലു യു ഹാവ് ദിസ് കോൺട്രാസ്റ്റ് പാച്ച് ആൻഡ് അതിനകത്ത് നമുക്ക് ഈ ഒരു പിങ്ക് ആൻഡ് ബ്ലൂ ഷെയ്ഡ്സ് വിത്ത് ഗ്രേ ആൻഡ് ഗ്രീനിൽ വന്നിട്ടുള്ള ഹാൻഡ് പെയിൻറ്റഡ് ലുക്ക്. അത് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഹാൻഡ് കാന്ത ബേജ് ത്രെഡ്സ് യൂസ് ചെയ്തിട്ട്. ആൻഡ് ഇതിനകത്ത് ഈ ഒരു കളക്ഷൻ്റെ അപ്പം ഐ ഹാവ് 2 കളക്ഷൻസ് ലൈക്ക് ഐ സെഡ്. അപ്പോൾ ഫസ്റ്റ് കളക്ഷൻ്റെ അകത്ത് റണ്ണിങ്ങിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കുറച്ചും കൂടി തിക്ക് വീവിങ് പാറ്റേണിൽ വന്നിട്ടുള്ള ബ്ലൗസാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് എ ഫ്ലോറൽ ബഞ്ച് ഹിയർ ആൻഡ് നമുക്ക് ഇതിനകത്ത് ഈ ഉടുത്ത് ചുറ്റി വരുന്നിടത്തും കൂടി നമുക്ക് ഒരു ഫ്ലോറൽ ഒരു വൈൻ ഡീറ്റെയിലിംഗ് പോലെ വന്നിട്ടുണ്ട്. ഐ ഹോപ്പ് യു കെൻ സീ ഇറ്റ്. അതിങ്ങനെ ചുറ്റി വരുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ലോവർ പോർഷൻസിലും നമുക്കതിൻ്റെ ഫ്ലോറൽ ബഞ്ചസിനകത്ത് പ്ലീറ്റ്സിൻ്റെ അവിടെയും കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടാണ് അത് വന്നിരിക്കുന്നത്. ഇറ്റ്സ് പ്രോപ്പർ ഒക്കേഷണൽ വെയർ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ഈ ഒരു ലുക്ക്. ആൻഡ് ഇതിൻ്റെ കളർ ഓപ്ഷൻസ് നമുക്ക് വി ഹാവ് എ സീ ഗ്രീൻ കൈൻഡ് ഓഫ് എ ഷെയ്ഡ്, ഒരു സീ ബ്ലൂ ടോണാണ്, ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് പല്ലു നോട്ടഡ് ആണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ദിസ് ഇസ് ദി ബ്ലൗസ്. കുറച്ചും കൂടി ഒന്ന് തിക്കർ വീവിങ് പാറ്റേണിൽ വന്നിട്ടുള്ള ബ്ലൗസ്. അത് നമുക്കിങ്ങനെ കാണുമ്പോഴത്തേക്ക് ലൈറ്റായിട്ട് ആ ഡിഫറൻസ് അറിയാൻ പറ്റും. ആൻഡ് ബ്ലൗസിൽ നമുക്ക് ഈ ഒരു കാന്ത ഡീറ്റെയിലിംഗ് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു വെയർ ചെയ്യുമ്പോൾ ഒരു ലുക്ക്. ഇതാണ് ഞാൻ ആ ഒരു ഉടുത്ത് ചുറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പോർഷൻ വരും. ആൻഡ് ട്രാൻസ്പെറൻസിയുടെ ലെവൽ ഇതാണ് കേട്ടോ. അത്രയും ഒരു ട്രാൻസ്പെറൻസി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇൻസൈഡ് പോർഷനിൽ ഇപ്പോൾ അവലും സാരിയാണ്. ഇൻസൈഡ് പോർഷനിൽ അപ്പോൾ വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. ജസ്റ്റ് ദി ഹാൻഡ് എംബ്രോയിഡറി ചെയ്തതിൻ്റെ ഒരു നോട്ട്സ് വരുന്നു എന്നുള്ളത് മാത്രമേ അതിൻ്റെ അകത്ത് വരത്തുള്ളൂ കേട്ടോ. സോ ദാറ്റ് വാസ് പിങ്ക് ആൻഡ് ദെൻ വി ഹാവ് ഗോൾഡൻ യെല്ലോ. നല്ലൊരു പ്ലേസ്മെൻ്റ് ആണ്. എനിക്കതിനകത്ത് മൊത്തത്തിൽ ആ പ്ലേസ്മെൻറ്റ്സ് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ദിസ് ഇസ് ദി ലുക്ക്. ലൈറ്റ് വെയ്റ്റ് സാരിയാണ് കേട്ടോ. വെയിറ്റ് ഒന്നും അധികമല്ല. നമുക്ക് സിമിലർ ടു കോട്ട, അപ്പോൾ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു വീവിങ് സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ലിനൻ്റെയും ഒരു സ്ലബ് ലുക്ക് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ള വെയിറ്റ് അതിൻ്റെ അകത്ത് വരത്തുള്ളൂ. ഉടുക്കാൻ എളുപ്പമാണ്, സുഖമായിട്ട് ഉടുക്കാൻ പറ്റുന്ന സാരിയാണ്. ആൻഡ് ദെൻ വി ഹാവ് എ ഗ്രീൻ ഷെയ്ഡ്, മൾട്ടി നോട്ടഡ് ആയിട്ട് വന്നിരിക്കുന്ന പല്ലു. ആൻഡ് അത് സെൽഫ് ത്രെഡ്സ് വെച്ച് തന്നെയാണ് നോട്ടിങ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡ്. നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള പാലറ്റിലുമാണ് ചെയ്തിരിക്കുന്നത്. ബ്ലൗസും ഇതിൻ്റെ തന്നെ ബ്ലൗസ് നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ ഒരു ഭംഗിയായിരിക്കും കേട്ടോ അത് കാണാനായിട്ട്. ആൻഡ് ദെൻ വി ഹാവ്
a peach tone. ആണ് അതിൻ്റെ ലുക്ക് വരുന്നത്. എനിക്ക് അതിൻ്റെ ആ ഒരു കളേഴ്സ് എല്ലാ ഷെയ്ഡ്സിൻ്റെ കൂടെയും പോകുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡിങ് ഇഫക്റ്റ് ഒക്കെ കൊടുത്ത് ഇറ്റ്സ് ഹാൻഡ് പെയിൻറ് നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കാണ്. അത് എലഗൻറ്റ് റെട്രോ ലുക്കും എല്ലാം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതിവിടം വരെ നമ്മളിപ്പം പല്ലു ഫുള്ളായിട്ട് കുറച്ചും കൂടി ഇതായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഞാനിപ്പോൾ എടുത്തേക്കുന്ന കുറച്ച് ഷോർട്ട് പല്ലുവാണ്. അപ്പോൾ യു കൻ കം ടിൽ ഹിയർ. കുറച്ച് ചെസ്റ്റിൻ്റെ അവിടോട്ട് വരുന്നുണ്ട് ആ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിങ്. ആൻഡ് ദെൻ നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ ആണോ നോയിക്കോട്ടെ. ദിസ് ഇസ് ദി നെക്സ്റ്റ് കളക്ഷൻ. ആൻഡ് ഇതിനകത്ത് ബ്ലൗസ് പെയർ ചെയ്തിരിക്കുന്നത് ബനാറസി ഡോപ്പി ഡോട്ട്സ് ആണ് പെയർ ചെയ്തിരിക്കുന്നത്. അത് DVS 108 ആണ്. എല്ലാം പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2099 ആണ്. ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ലുക്ക്. പെയിൻറ്റഡ് ലുക്കൊക്കെ സെയിം തന്നെയാണ്. സ്ലൈറ്റ് ഡിഫറൻസസ് വരും എല്ലാത്തിൻ്റെ അകത്തുനിന്ന്. ഹാൻഡ് ആൻഡ് പ്രോസസ്സിൻ്റെ അകത്ത് വരുന്ന ചെറിയ പ്രത്യേകിച്ച് ഹാൻഡ് പെയിൻറ്റിങ് ആകുമ്പോഴത്തേക്ക് ലൈറ്റ് ഡിഫറൻസസ് വരും കേട്ടോ. ഇതാണ് അതിൻ്റെ പീച്ച് പിങ്ക് ഷെയ്ഡാണ് അല്ലേ, ഇത് പിങ്ക് ഷെയ്ഡാണ്. ആൻഡ് ദിസ് ഇസ് ദി ബ്ലൗസ്. മുന്നേ കണ്ട കളക്ഷനോട് വളരെ സെയിം ഡീറ്റെയിലിങ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഈ ഒരു ബ്ലൗസിൻ്റെ വേരിയേഷൻ മാത്രമാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. വി ഹാവ് ബനാറസി ഡോബി ഡോട്ട്സ് ഫോർ ദിസ് സാരി. ഞാൻ ജസ്റ്റ് അതിൻ്റെ കളേഴ്സ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതിനകത്ത് വരുന്ന വേരിയേഷൻ ഇതിൻ്റെ ബോർഡറിലും വേരിയേഷൻ വരുന്നുണ്ട്. ഞാൻ കൊടുത്തിരിക്കുന്നതിൻ്റെ ഒരു സ്ട്രൈപ്പ് ഡീറ്റെയിലിങ്, ഇതിൻ്റെ അകത്ത് ഒരു തിക്ക് പൈപ്പിംഗ് ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. ഓൾ ദി കളേഴ്സ് ആർ സെയിം. യെല്ലോയിൽ ചെറിയ വേരിയേഷൻ. യെല്ലോ കുറച്ചും കൂടി ഒരു ടേമറിക് ടോണിനോട് ക്ലോസർ ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള കളറാണ്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് വൺ. This is a sea blue shade. And then we have peach. നല്ല രസമുള്ളൊരു കളക്ഷൻ. ആൻഡ് അതിനകത്ത് നല്ല രസമുള്ളൊരു എന്താ പറയുക പ്ലേസ്മെൻറ്റുമാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. DVS 107 and 108 priced at 2099.